കോൺഗ്രസിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്നു. തൃണമൂൽ കോൺഗ്രസിലെ പിളർപ്പ് പാർലമെന്റിലേക്കും വ്യാപിച്ചേക്കും. ഭൂരിപക്ഷം ലോക്സഭാ എംപിമാരും വിമതപക്ഷത്ത് എന്നാണ് സൂചന. TMCയുടെ 41 എംപിമാരിൽ 10 പേരിൽ താഴെ മാത്രമാണ് മമതയ്ക്ക് ഒപ്പമെന്നാണ് റിപ്പോർട്ട്. മൂന്നിൽ 2 എംപിമാരും മമതാ ബാനർജിയുമായുള്ള ബന്ധം വിച്ഛേദിക്കും. 13 രാജ്യസഭാ എംപിമാരും 28 ലോക്സഭാ എംപിമാരുമാണ് TMCക്കുള്ളത്. TMC പിളരുന്നത് പാർലമെന്റിൽ BJPക്ക് ഗുണം ചെയ്യാനാണ് സാധ്യത. പക്ഷേ BJPക്കൊപ്പം ചേരില്ലെന്നാണ് വിമതപക്ഷത്തിന്റെ നിലപാട്. മമതാ ബാനർജിയെ പൂർണ്ണമായും അംഗീകരിക്കും. എതിർപ്പ് അഭിഷേക് ബാനർജിയോടും പാക്കിനോടുമാണെന്നാണ് വിമതർ വ്യക്തമാക്കുന്നത്. പ്രശ്നപരിഹാരത്തിനായി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. MLA ഋതഭദ്ര ബാനർജിയെ തൃണമൂലിന്റെ നിയമസഭാ കക്ഷി നേതാവായി സ്പീക്കർ അംഗീകരിച്ചിരുന്നു. 58 MLA മാരുടെ പിന്തുണയുണ്ടെന്ന് അവകാശപ്പെട്ട ഋതഭദ്ര സ്പീക്കർ രതീന്ദ്ര ബോസിന് കത്ത് നൽകിയതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവായി അംഗീകരിച്ചത്. ജാവേദ് ഖാൻ, സന്ദീപൻ സഹ, സബീന യാസ്മിൻ, ഷിയോലി സാഹ എന്നിവർ പ്രതിപക്ഷ ഉപനേതാക്കളാകും. മൂന്നിൽ 2 MLA മാരുടെ പിന്തുണ നേടിയതോടെ TMC ഔദ്യോഗിക വിഭാഗം തങ്ങളാണെന്ന വാദവും സ്പീക്കർ അംഗീകരിച്ചിരുന്നു. TMCയെ പിളർത്തിയെങ്കിലും പാർട്ടിയുടെ ഉപദേഷ്ടാവായി മമതാ ബാനർജി തുടരണമെന്ന് ഋതഭദ്ര ബാനർജി പറഞ്ഞു. പിളർപ്പിന് പിന്നാലെ കാളിഘാട്ടിലെ സ്വന്തം വസതിയിൽ മമതാ ബാനർജി ഇന്നലെ അടിയന്തര യോഗം വിളിച്ചു. അഭിഷേക് ബാനർജി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്തുകൊണ്ടായിരുന്നു യോഗം. വിമത നീക്കത്തിൽ നേരത്തെ TMCയുടെ എല്ലാ കമ്മിറ്റികളെയും പോഷക സംഘടനകളെയും പിരിച്ചുവിട്ടിരുന്നു.